ഹായ് മക്കളെ, ഇതുപോലെ കുറേ സൊല്യൂഷനും പല കളറിലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കളേർഡ് ആക്കുന്നത്? ഇതെല്ലാം തന്നെ ട്രാൻസിഷൻ മെറ്റലുകളുടെ കോമ്പൗണ്ടുകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രാൻസിഷൻ മെറ്റലുകളുടെ കോമ്പൗണ്ടുകൾ മാത്രം ഇത്രയും കളേർഡ് ആയിട്ടിരിക്കുന്നത്? കാരണം ഒറ്റ റീസണേ ഉള്ളൂ, ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നതാണ്. ഇതെല്ലാം കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ എക്സാമ്പിളായിട്ട് വരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാത്തിലെയും ഡി ഓർബിറ്റിൽ സ്പ്ലിറ്റ് ചെയ്യും. കുറച്ച് പേർക്ക് ലോവർ എനർജി ആയിട്ടും കുറച്ച് പേർക്ക് ഹയർ എനർജി ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോണുകൾ, ഡി ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾ ഈ പറഞ്ഞ ലോവർ എനർജിയിൽ നിന്നും ഹയർ എനർജിയിലോട്ട് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന സമയത്ത് അവർ എനർജി റിലീസ് ചെയ്യും ലൈറ്റായിട്ട്. ആ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമുക്ക് എന്തായിട്ട് തോന്നുക? കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പല ആൾക്കാർ പല കോമ്പൗണ്ടിലും പല കളറിലുള്ള ലൈറ്റ് ആയിരിക്കും റിലീസ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ പല കളറുകൾ അവർക്ക് ഫീൽ ചെയ്യും. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റുകൾ കളേർഡ് ആയിട്ടുള്ളത് ഡി ട്രാൻസിഷൻ മൂലമാണ്. ഇതെന്തായാലും പഠിച്ചിരിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്.